Assalamu Alaikum. Hello my dear students. Today we are going to learn the very first chapter in chemistry of 9th standard, structure of atom. അപ്പം നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് സ്ട്രക്ചർ ഓഫ് ആറ്റം ആണ് കേട്ടോ. അപ്പം എന്താണ് ആറ്റത്തിൻ്റെ ഘടന, അതാണ് സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറയുന്നത്. അപ്പം നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് നോക്കേ, ഫിഗർ 1.1 എന്താണ്, ഒരുപാട് വെറൈറ്റി ഓഫ് മെറ്റീരിയൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. വാട്ട് എ വെറൈറ്റി ഓഫ് മെറ്റീരിയൽസ് ആർ ദർ ഇൻ അവർ സറൗണ്ടിങ്സ് അല്ലേ. ഒരുപാട് വെറൈറ്റി ഓഫ് മെറ്റീരിയൽസ് നമ്മുടെ ചുറ്റുപാടും കാണുന്നുണ്ട്. വാട്ട് മൈറ്റ് ബി ദ റീസൺ ഫോർ ദിസ് ഡൈവേഴ്സിറ്റി ഇൻ നേച്ചർ, എന്തായിരിക്കും അതിന് ആ ഒരു ഡൈവേഴ്സിറ്റിക്ക് കാരണമെന്ന് പറയുന്നത്. അപ്പം എന്താണ് ഈ ഒരു ഡൈവേഴ്സിറ്റി? നമ്മുടെ നേച്ചറിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ സീ ദ ഡൈവേഴ്സിറ്റി അല്ലേ. നമുക്ക് എന്ത് കാണാൻ പറ്റും? ഒരുപാട് വൈവിധ്യങ്ങൾ കാണാൻ പറ്റും. ബയോളജിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ എന്ത് പറയും? ബയോഡൈവേഴ്സിറ്റി അല്ലേ, ജൈവ വൈവിധ്യം എന്ന് പറയും അല്ലേ. അതായത് നമ്മുടെ ചുറ്റുപാട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണത്? ഡൈവേഴ്സ് ആണല്ലേ. നേച്ചർ എന്ന് പറയുന്നത് ഡൈവേഴ്സ് ആണ്. ഒരുപാട് വെറൈറ്റി ഓഫ് മെറ്റീരിയൽസ് ആണ്. നമ്മൾ കാണുന്നതെല്ലാം എന്താണ്? ഡൈവേഴ്സ് ആണ്, വ്യത്യസ്തങ്ങളാണ്. പല പല ഒബ്ജക്ട്സ് ആണ് നമ്മൾ കാണുന്നത് അല്ലേ നമ്മുടെ ചുറ്റുപാടും. ഇപ്പം നമ്മുടെ ഹ്യൂമൻ ബോഡി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ എന്തുണ്ട്? നമ്മൾ ബയോളജിയിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ് നമ്മുടെ ഹ്യൂമൻ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത്? എന്ത് വെച്ചിട്ടാണ്? സെൽസ് വെച്ചിട്ടല്ലേ. അപ്പം നമ്മുടെ ഹ്യൂമൻ ബോഡിയുടെ അതായത് നമ്മുടെ ഓരോ പാർട്ടും, നമ്മുടെ ഹ്യൂമൻ ബോഡിയിലെ ഓരോ പാർട്ടും നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ പാർട്ടും എന്താണ്? വ്യത്യസ്തങ്ങളായ സെൽസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ. അവർ ബോഡി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസ്. ഇൻ ഈച്ച് ഓർഗൻ ദർ ആർ ഡിഫറെൻറ്റ് സെൽസ് വി ക്യാൻ സി. അതായത് ഓരോ ഓർഗനിലും എന്താണ്? ഓരോ സെൽസ് ആണല്ലേ. ഇപ്പം നമ്മുടെ ഇൻ അവർ ഹാൻഡ് ദർ ഈസ് സം സ്പെഷ്യൽ സെൽസ്. അതുപോലെ തന്നെ നമ്മുടെ ലൈക്ക് ദാറ്റ് ഇൻ അവർ ലെഗ്സ്, ഓരോ ഓർഗനും ഈച്ച് ഓർഗൻ ഇസ് മെയ്ഡ് അപ്പ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസ്. ഓരോ ഓർഗൻസും ഉണ്ടാക്കിയിരിക്കുന്നത് എന്താണ്? ഡിഫറെൻറ്റ് ടൈപ്സ് സെൽസ് വെച്ചിട്ടാണ്. ഇപ്പം നെർവ് സെല്ലുണ്ട്, ബ്ലഡ് സെല്ലുണ്ട്, അങ്ങനെ ഡിഫറെൻറ്റ് മസിൽ സെൽസ് ഉണ്ട്, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സെൽസ് ഉണ്ടല്ലേ. അതായത് നമ്മുടെ ബോഡിയിലെ ഓരോ പാർട്ടും ഉണ്ടാക്കിയിരിക്കുന്നത് എങ്ങനെയാണ്? ഡിഫറെൻ്റ് ആയിട്ടുള്ള സെൽസ് വെച്ചിട്ടാണ് അല്ലേ. അപ്പം ലൈക്ക് ദാറ്റ് ഇപ്പം നമ്മുടെ നേച്ചറിൽ എന്താണ്? ഓരോന്നും ഉണ്ടാക്കിയിരിക്കുന്നത് എന്താണ്? ഡിഫറെൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ മെറ്റീരിയൽസ് വെച്ചിട്ടാണ്. അതായത് നിങ്ങൾ 8th പഠിച്ചിട്ടുണ്ട് മോളിക്യൂൾസ് എന്താണ്, ആറ്റംസ് എന്താണെന്നൊക്കെ അല്ലേ. അപ്പോൾ അതായത് എന്താണ്? വി നോ ദാറ്റ് ഓൾ ദി സബ്സ്റ്റൻസ് ഇൻ അവർ സറൗണ്ടിങ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സ്മാൾ പാർട്ടിക്കിൾസ് കോൾഡ് മോളിക്യൂൾസ്. നമ്മൾ ഇപ്പോൾ ജീവനുള്ള വസ്തുവിനെ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഒരു ലിവിങ് ബീയിങ് അല്ലെങ്കിൽ ലിവിങ് തിങ്സിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എന്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? സെൽസ് വെച്ചിട്ടാണ്. ഇപ്പോൾ പ്ലാന്റ് സെല്ലുണ്ട്, ആനിമൽ സെൽസ് ഉണ്ട്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ നമ്മുടെ അതായത് നമ്മൾ എന്താണ് കെമിസ്ട്രിയിൽ നമ്മൾ പറയുമ്പോൾ എന്താണ്? അതായത് ലിവിങ് തിങ്സ് അല്ലെങ്കിൽ നോൺ ലിവിങ് തിങ്സ് എന്ന് പറയുന്നത് എന്താണ്? പിന്നെ അതായത് നമ്മുടെ സറൗണ്ടിങ്സിലെ സബ്സ്റ്റൻസ് ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ മൈന്യൂട്ടായിട്ടുള്ള സ്മോൾ പാർട്ടിക്കിൾസ് വെച്ചിട്ടാണ്. അപ്പോൾ അതിനെ പറയുന്ന പേരാണെന്ത്? മോളിക്യൂൾ, തന്മാത്ര എന്ന് പറയും അല്ലേ. അപ്പോഴെന്താണ്? ദ സബ്സ്റ്റൻസ് ഇൻ അവർ സറൗണ്ടിങ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് വെരി സ്മാൾ പാർട്ടിക്കിൾസ് കോൾഡ് മോളിക്യൂൾസ്. നമ്മളുടെ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടും കാണപ്പെടുന്ന സബ്സ്റ്റൻസ് ഉണ്ടാക്കിയിരിക്കുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്മാൾ പാർട്ടിക്കിൾസ് വെച്ചിട്ടാണ്. അതിനെ പറയുന്ന പേരാണ് മോളിക്യൂൾസ്. അതായത് എന്താണ് മോളിക്യൂൾസ് എന്ന് പറയുന്നത്? വാട്ട് ഇസ് എ മോളിക്യൂൾ? ദ സബ്സ്റ്റൻസ് ഇൻ അവർ സറൗണ്ടിങ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സ്മാൾ പാർട്ടിക്കിൾസ് കോൾഡ് മോളിക്യൂൾസ്. എന്താണ് മോളിക്യൂൾസ് എന്ന് പറയുന്നത്? സബ്സ്റ്റൻസ് അല്ലേ. സബ്സ്റ്റൻസ് ഇൻ അവർ സറൗണ്ടിങ്സ് ആർ മെയ്ഡ് ഓഫ് സ്മോൾ പാർട്ടിക്കിൾസ്. അതായത് നമ്മുടെ ചുറ്റുപാടുമുള്ള എന്താണ് സബ്സ്റ്റൻസ് ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ സ്മാൾ പാർട്ടിക്കിൾസ് വെച്ചിട്ടാണ്. സബ്സ്റ്റൻസ് ഇൻ അവർ സറൗണ്ടിങ്സ് ആർ മെയ്ഡ് ഓഫ് സ്മാൾ പാർട്ടിക്കിൾസ് കോൾഡ് മോളിക്യൂൾസ്. നമ്മുടെ ചുറ്റുപാടും ഉള്ള വസ്തുക്കളെ ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ മൈന്യൂട്ടായിട്ടുള്ള അല്ലെങ്കിൽ സ്മാൾ പാർട്ടിക്കിൾസ് വെച്ചിട്ടാണ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മോളിക്യൂൾസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മോളിക്യൂൾസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ചുറ്റുപാടുള്ള വസ്തുക്കളെ വളരെ മൈന്യൂട്ടായിട്ടുള്ള പാർട്ടിക്കിൾസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനെ നമ്മൾ പറയുന്ന പേരാണ് മോളിക്യൂൾസ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങളത് എന്താണ് ആ കോൺസെപ്റ്റ്സ്, നിങ്ങൾ മോളിക്യൂൾസ് എന്താണെന്നൊക്കെ നിങ്ങൾ 8th നിങ്ങളുടെ പ്രീവിയസ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. സോ വി ഹാവ് ഓൾറെഡി ലേൺ
that molecules can be subdivided into minute particles and these are called atoms. അതായത് ഈ മോളിക്യൂൾസിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിതിനെ സ്മോൾ പാർട്ടിക്കിൾസ് ആക്കി മാറ്റാനായിട്ട് പറ്റും. സ്മോൾ പാർട്ടിക്കിൾസ് ആക്കി എന്ത് ചെയ്യാൻ പറ്റും, മാറ്റാനായിട്ട് പറ്റും. അപ്പം അതിനെ എന്താണ് നമ്മൾ പറയുന്നത്, ആറ്റംസ്. അതായത് മോളിക്യൂൾസിനെ നമുക്ക് എന്താക്കി മാറ്റാൻ പറ്റും, സ്മോൾ പാർട്ടിക്കിൾസ് ആക്കി. മോളിക്യൂൾസ് എന്ന് പറയുന്നത് തന്നെ സ്മോൾ പാർട്ടിക്കിൾ ആണ്. അപ്പോൾ ഈ മോളിക്യൂൾസിനെ ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് എന്താക്കി മാറ്റാം, അതിനെ ആറ്റംസ് ആയിട്ട് മാറ്റാം. അതായത് എന്താണ്, ഒരു സബ്സ്റ്റൻസിൻ്റെ ഏറ്റവും ചെറിയ കണികയാണ് ഏതെന്ന് പറയുന്നത്, ആറ്റം എന്ന് പറയുന്നത്. എന്താണ്, the smallest particle of a substance is called atom. അതായത് മോളിക്യൂൾസിനെ നമുക്കറിയാം, നമ്മുടെ ബയോളജിക്കലി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ടിഷ്യൂസ് അല്ലേ, ടിഷ്യൂസ് ഉണ്ട്. അതായത് ഈ സെൽസ് ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്, ടിഷ്യൂസ് ഉണ്ടാകുന്നത്. ടിഷ്യൂസ് ചേർന്നിട്ട് എന്താവും, ഓർഗൻ ഉണ്ടാവും, ഓർഗൻ സിസ്റ്റം ഉണ്ടാവും. അങ്ങനെ ആ ഒരു കോമ്പാക്റ്റാണ്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് എന്താണ്, ആറ്റംസ് ചേർന്നിട്ടാണ് എന്തുണ്ടായിരിക്കുന്നത്, മോളിക്യൂൾസ് ഉണ്ടായിരിക്കുന്നത്. ഈ ആറ്റംസ് ചേർന്നിട്ടാണ് എന്തുണ്ടായിരിക്കുന്നത്, മോളിക്യൂൾസ് ഉണ്ടായിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആറ്റംസ് ചേർന്നിട്ടാണ് എന്തുണ്ടായിരിക്കുന്നത്, മോളിക്യൂൾസ് ഉണ്ടായിരിക്കുന്നത്. മനസ്സിലായല്ലോ. അപ്പം ആറ്റംസ് എന്ന് പറയുന്ന ഏറ്റവും, അതായത് ഒരു പദാർത്ഥത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസിൻ്റെ ഏറ്റവും ചെറിയ കണികയാണ് ഏതെന്ന് പറയുന്നത്, ആറ്റംസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ദിസ് മീൻസ് മോളിക്യൂൾസ് ഓഫ് ഓൾ സബ്സ്റ്റൻസ് ആർ മെയ്ഡ് ഓഫ് എക്സ്ട്രീംലി സ്മോൾ പാർട്ടിക്കിൾസ് കോൾഡ് ആറ്റംസ്. ഇത്രയും മനസ്സിലാക്കിയിരുന്നാൽ മതി. മോളിക്യൂൾസ് എന്ന് പറയുന്നത് എന്താണ്, ആറ്റംസ്. ഒരുപാട് ആറ്റംസ് ചേർന്നാണ് എന്തുണ്ടായിരിക്കുന്നത്, മോളിക്യൂൾസ് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഈ ആറ്റംസ് എന്ന് ആറ്റം എന്ന് പറയുന്ന പദം അല്ലെങ്കിൽ ഇത് വന്നത് ഒരുപാട് ഡിസ്കവറീസ് ഉണ്ട് അതിന് പിന്നിൽ. ഇപ്പോൾ ജോൺ ഡാൾട്ടൺ പ്രപ്പോസ്ഡ് ദ അറ്റോമിക് തിയറി ഇൻ 1807. ആരാണ് അറ്റോമിക് തിയറി പ്രപ്പോസ് ചെയ്തത്, ജോൺ ഡാൾട്ടൺ. ആരാണ്, ജോൺ ഡാൾട്ടൺ. ജോൺ ഡാൾട്ടൺ പ്രപ്പോസ്ഡ് അറ്റോമിക് തിയറി ഇൻ 1807. ജോൺ ഡാൾട്ടൺ എന്നാണ് 1807 ഏത് തിയറി, അറ്റോമിക് തിയറി, അറ്റോമിക സിദ്ധാന്തം എന്ന് പറയും കേട്ടോ, അറ്റോമിക് തിയറി. ജോൺ ഡാൾട്ടൺ 1807 ഏത് തിയറിയാണ് പുട്ട് ഫോർവേഡ് ചെയ്തത്, അറ്റോമിക് തിയറി. ഇൻ 1807 ജോൺ ഡാൾട്ടൺ പുട്ട് ഫോർവേഡ് അറ്റോമിക് തിയറി. 1807 ജോൺ ഡാൾട്ടൺ എന്ത് ചെയ്തു, അറ്റോമിക് തിയറി പ്രപ്പോസ് ചെയ്തു. ഓക്കെ. അതായത് അദ്ദേഹം എന്താണ്, ആറ്റംസ് അതല്ലെങ്കിൽ ആറ്റംസ് എന്താണ്, അല്ലെങ്കിൽ മാറ്റർ എങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത് എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ തിയറിയിൽ പറയുന്നത്. ഓക്കെ. മാറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ എന്താണ്, മാറ്റർ ഈസ് എനിത്തിങ് ദ സബ്സ്റ്റൻസ് ദാറ്റ് ക്യാൻ ഒക്യുപ്പൈ സ്പേസ് ആൻഡ് ഹാസ് മാസ്. അതായത് മാസും വെയിറ്റ് അല്ലെങ്കിൽ മാസ് അല്ലെങ്കിൽ ഭാരം അല്ലെങ്കിൽ എന്താണ്, ഒക്യുപ്പൈ ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും അതുപോലെ തന്നെ മാസും ഉള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മാറ്റർ എന്ന് പറയുന്നത് അല്ലേ. എല്ലാം മാറ്ററാണ്. ഇപ്പം നമ്മൾ ഈ ഡസ്റ്റർ എടുത്താൽ അത് മാറ്ററാണ്, ഈ ചോക്ക് എടുത്താൽ അത് മാറ്ററാണ്. ഓൾ സബ്സ്റ്റൻസ് ആർ, അതായത് ഇതെടുത്താൽ ഇത് മാറ്ററാണ്, എല്ലാം അല്ലേ. ഓൾ തിങ്സ് ഇൻ അവർ സറൗണ്ടിങ്സ് ആർ മാറ്റർ അല്ലേ. ഓരോന്നും, അതായത് ഒരു ഒബ്ജക്റ്റിന് അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസിന് എന്ത് വേണം, അതിന് മാസും അതുപോലെ തന്നെ അതിന് സ്പേസും അതിന് എന്താണ് വോളിയോ ഒക്കെ ഉണ്ടെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, മാറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാറ്ററിനെ കുറിച്ചും ആറ്റത്തിനെ കുറിച്ചും ഒക്കെ ജോൺ ഡാൾട്ടൺ എന്ത് ചെയ്തു, ഒരുപാട് സ്റ്റഡീസ് ഇങ്ങനെ നടത്തിയിട്ട് കുറേ തിയറീസിൻ്റെ രൂപത്തിൽ ഇങ്ങനെ കുറേ സ്റ്റേറ്റ്മെൻറ്റ്സ് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ. The ideas proposed in the atomic theory have lasted for nearly 1 century. ഏതാണ്ട് ഒരു നൂറ്റാണ്ടോളം എന്ത് ചെയ്തു, ഈ അറ്റോമിക് തിയറി നിലനിന്നു. മനസ്സിലാവുന്നുണ്ടോ? അതായത് അറ്റോമിക് തിയറി എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു സെഞ്ചുറിയോളം, ഒരു 100 വർഷത്തോളം എന്ത് ചെയ്തു, ഈ അറ്റോമിക് തിയറി നിലനിന്നു. കാരണം അതിന് ഇപ്പം ജോൺ ഡാൾട്ടൺ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ഇപ്പം ഈ അറ്റോമിക് തിയറി ഉണ്ടാക്കിയിരിക്കുന്ന സമയത്ത് അവിടെ കൂടുതൽ ടെക്നോളജീസോ സയൻറ്റിഫിക് ആയിട്ടുള്ള ഡിസ്കവറീസോ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ലോജിക്കലായിട്ടുള്ള ഒരു തിങ്കിങ്ങിൽ നിന്നാണ് അദ്ദേഹം എന്ത് ചെയ്തത്, ഈ അറ്റോമിക് തിയറി അദ്ദേഹം കൊണ്ടുവന്നത് അല്ലേ. അതിന് അന്നത്തെ ആ ഒരു ടെക്നോളജിയുടെ ഹെൽപ്പോ അല്ലെങ്കിൽ കൂടുതൽ സയൻറ്റിഫിക് ആയിട്ടുള്ള എവിഡൻസിൻ്റെ ബേസിസിലൊന്നുമല്ല അദ്ദേഹം ഈ തിയറി കൊണ്ടുവന്നത്. അദ്ദേഹത്തിൻ്റെ ലോജിക്കലായിട്ട് ചിന്തിച്ചപ്പോൾ തോന്നിയ കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ അറ്റോമിക് തിയറിയിൽ എന്ത് ചെയ്തത്, അദ്ദേഹം രേഖപ്പെടുത്തി വെച്ചത്. ഓക്കെ. അപ്പോൾ അദ്ദേഹം കുറേ ഇത് കൊണ്ടുവന്നിട്ടുണ്ട്, കുറേ പോസ്റ്റുലേറ്റ്സ് അദ്ദേഹം കൊണ്ടുവന്നു.
അപ്പം അദ്ദേഹം പുട്ട് ഫോർവേഡ് ചെയ്ത അറ്റോമിക് തിയറി കുറേ ലോജിക്കൽ തിങ്കിങ്ങിൻ്റെ ബേസിസിൻ്റെ ഫലമായിട്ടാണ് എന്ത് ചെയ്തത് ഉണ്ടായത്. അതായത് എന്താണ് ദ വ്യൂസ് പുട്ട് ഫോർവേഡ് ബൈ ജോൺ ഡാൾട്ടൺ വേ ബേസ്ഡ് ഓൺ ദ ലോജിക്കൽ തിങ്കിങ്. അദ്ദേഹം സ്വന്തമായിട്ട് എന്താണ് കുറേ കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു, അല്ലെങ്കിൽ ലോജിക്കലായിട്ട് ചിന്തിച്ചു. അങ്ങനെ അതിൻ്റെ ഫലമായിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത് ഡാൾട്ടൺ. സയൻറ്റിഫിക് എവിഡൻസോ അല്ലെങ്കിൽ ടെക്നോളജിക്കലായിട്ടുള്ള കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലോജിക്കൽ തിങ്കിങ്ങിൽ നിന്നാണ് എന്ത് ചെയ്തത് അദ്ദേഹം ഈ പിന്നെ ഡാൾട്ടൺ അല്ലെങ്കിൽ ഈ അറ്റോമിക് തിയറി അദ്ദേഹം പ്രപ്പോസ് ചെയ്തത്. ഓക്കെ, ദീസ് വെയർ നോട്ട് സപ്പോർട്ടഡ് ബൈ എനി എക്സ്പെരിമെൻ്റൽ ഒബ്സർവേഷൻ ഓർ സയൻറ്റിഫിക് എവിഡൻസ്. എക്സ്പെരിമെൻ്റൽ ഒബ്സർവേഷൻസോ സയൻറ്റിഫിക് എവിഡൻസോ ഒന്നും എന്തിനില്ലായിരുന്നു, ഡാൾട്ടൻ്റെ തിയറിക്ക് ഇല്ലായിരുന്നു. ഓക്കെ, yet this theory could not logically explain the basic ideas regarding the formation of substance and its characteristics. അല്ലെങ്കിൽ സബ്സ്റ്റൻസിൻ്റെ ഫോർമേഷനെ കുറിച്ചോ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ചോ ഒന്നും ജോൺ ഡാൾട്ടൺ എന്ത് ചെയ്തിരുന്നില്ല, അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും എക്സ്പ്ലെയിൻ ചെയ്തിരുന്നില്ല. ഓക്കെ, ഹെൻസ് ദിസ് തിയറി എക്സിസ്റ്റഡ് ഫോർ മെനി ഇയേഴ്സ്. എങ്കിലും എന്ത് ചെയ്തു, ഈ തിയറി ഒരുപാട് നാൾ, കാരണം വേറെ ആർക്കും എന്ത് ചെയ്യാൻ പറ്റിയില്ല, സയൻറ്റിഫിക് എവിഡൻസോ അല്ലെങ്കിൽ പിന്നെ എന്താണ് എക്സ്പെരിമെൻ്റൽ പ്രൂഫോ ഒന്നും കൊണ്ടുവരാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഈ തിയറി എന്താണ് ഒരു 100 കൊല്ലത്തോളം അല്ലെങ്കിൽ ഒരു 1 സെഞ്ച്വറിയോളം നിലനിന്നിരുന്നു അറ്റോമിക് തിയറി. സോ മേജർ ഐഡിയാസ് ഓഫ് അറ്റോമിക് തിയറി. അറ്റോമിക് തിയറിയുടെ മേജർ ഐഡിയാസ് ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ മേജർ ഐഡിയാസ് ഓഫ് അറ്റോമിക് തിയറി. അറ്റോമിക് തിയറിയുടെ മേജർ ഐഡിയാസ്. ഓക്കെ, അറ്റോമിക് തിയറി, അതായത് ജോൺ ഡാൾട്ടൺ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ലോജിക്കലി തിങ്ക് ചെയ്ത്, അല്ലെങ്കിൽ ഹി തിങ്ക് ലോജിക്കലി ആൻഡ് എന്താണ് പുട്ട് ഫോർവേഡ് ദ അറ്റോമിക് തിയറി. ഇറ്റ് ഈസ് നോട്ട് ദ ബേസിസ് ഓഫ് എന്താണ് എക്സ്പെരിമെൻ്റൽ പ്രൂഫ് ആൻഡ് സയൻറ്റിഫിക് എവിഡൻസ്. സയൻറ്റിഫിക് എവിഡൻസ് ഒന്നും ഇല്ലായിരുന്നു ഈ അറ്റോമിക് തിയറി. എന്നാണ് അറ്റോമിക് തിയറി പുട്ട് ഫോർവേഡ് ചെയ്ത ഇയർ 1807. അറ്റോമിക് തിയറിയുടെ കുറേ പോസ്റ്റുലേറ്റ്സ് അല്ലെങ്കിൽ കുറേ ഐഡിയാസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കും. ഓക്കെ, എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതെന്ന് പറയുന്നത്. മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മൈന്യൂട്ട് പാർട്ടിക്കിൾസ് കോൾഡ് ആറ്റംസ്. എന്താണ് മാറ്റർ ഈസ് മെയ്ഡ് ഓഫ് minute particles. Matter is made of minute particles called atom. അതായത് പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുന്ന നിർമ്മിച്ചിരിക്കുന്നത് വളരെ മൈന്യൂട്ടായിട്ടുള്ള പാർട്ടിക്കിൾസ് കൊണ്ടാണ്. അതാണ് ആറ്റം എന്ന് ആര് പറഞ്ഞു, ജോൺ ഡാൾട്ടൺ. അദ്ദേഹത്തിൻ്റെ ഒരു ഐഡിയ ആണ് ഇതെന്ന് പറയുന്നത് കേട്ടോ. മാറ്റർ ഈസ് മെയ്ഡ് ഓഫ് മൈന്യൂട്ട് പാർട്ടിക്കിൾസ് കോൾഡ് ആറ്റം. മാറ്റർ ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ മൈന്യൂട്ടായിട്ടുള്ള പാർട്ടിക്കിൾസ് വെച്ചിട്ടാണ്. അതിൻ്റെ പേരാണ് ആറ്റം എന്ന് ആര് പറഞ്ഞു, ജോൺ ഡാൾട്ടൺ അദ്ദേഹത്തിൻ്റെ തിയറിയിൽ പറയുന്നു. പിന്നെ സെക്കൻഡ് പോസ്റ്റുലേറ്റ് എന്ന് പറയുന്നത് ആറ്റംസ് കനോട്ട് ബി ഡിവൈഡഡ് ഡ്യൂറിങ് കെമിക്കൽ റിയാക്ഷൻസ്. കെമിക്കൽ റിയാക്ഷൻസ് അല്ലെങ്കിൽ രാസപ്രവർത്തനം നടക്കുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ആറ്റത്തിന് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ആറ്റംസ് കനോട്ട് ഡിവൈഡഡ് ഡ്യൂറിങ് കെമിക്കൽ റിയാക്ഷൻസ്. കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്ന സമയത്തിന് ആറ്റത്തിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. ആറ്റംസ് കനോട്ട് ഡിവൈഡ് ഡ്യൂറിങ് കെമിക്കൽ റിയാക്ഷൻസ്. അതായത് ആറ്റത്തിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്ന സമയത്ത് ആറ്റംസിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ആറ്റംസ് കനോട്ട് ഡിവൈഡ് ഡ്യൂറിങ് കെമിക്കൽ റിയാക്ഷൻസ്. കെമിക്കൽ റിയാക്ഷൻസ് അല്ലെങ്കിൽ രാസപ്രവർത്തനം നടക്കുന്ന സമയത്ത് ആറ്റത്തിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. ആറ്റംസ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോട്ട് ബി ഡിസ്ട്രോയിഡ്. ആറ്റത്തിന് നിർമ്മിക്കാനോ നശിപ്പിക്കാനോ ഒന്നും കഴിയില്ല. ആറ്റംസ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോ ബി ഡിസ്ട്രോയിഡ്. ആറ്റത്തിന് നശിപ്പിക്കാനോ നിർമ്മിക്കാനോ കഴിയത്തില്ല. അപ്പം നമ്മൾ 2 പോസ്റ്റുലേറ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. മാറ്റർ ഈസ് മെയ്ഡ് ഓഫ് മൈന്യൂട്ട് പാർട്ടിക്കിൾസ് കോൾഡ് ആറ്റം. ആറ്റം എന്ന് പറയുന്ന മൈന്യൂട്ട് പാർട്ടിക്കിൾസ് വെച്ചിട്ടാണ് എന്ത് ചെയ്തത്, ആറ്റം ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് ജോൺ ഡാൾട്ടൺ പുട്ട് ഫോർവേഡ് ചെയ്തു. എന്താണ്, ആറ്റംസ് ഇസ് മെയ്ഡ് ഓഫ് മൈന്യൂട്ട് പാർട്ടിക്കിൾസ് കോൾഡ് ആറ്റം. പിന്നെ സെക്കൻഡ് പോസ്റ്റുലേറ്റ് എന്താണ്, വാട്ട് ഈസ് ദ സെക്കൻഡ് പോസ്റ്റുലേറ്റ്, ആറ്റം കനോട്ട് ഡിവൈഡ് ഡ്യൂറിങ് കെമിക്കൽ റിയാക്ഷൻസ്. രാസപ്രവർത്തനം നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്ന സമയത്ത് ആറ്റത്തിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. ആൻഡ് ആറ്റം ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ആറ്റത്തിനെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയത്തില്ല. ഓക്കെ, then the third postulate, atoms of the same elements are identical in properties. അതായത് ആറ്റംസിൻ്റെ സെയിം എലമെൻറ്റ് തന്നെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടീസും അല്ലെങ്കിൽ അതിൻ്റെ മാസും സൈസും എല്ലാം എന്തായിരിക്കും, ഇവിടെ ഒരുപോലെ ആയിരിക്കും. ഓക്കെ, ആറ്റംസ് ഓഫ് ദ സെയിം എലമെൻറ്റ്സ് ആർ ഐഡൻറ്റിക്കൽ ഇൻ പ്രോപ്പർട്ടീസ്, സൈസ് ആൻഡ് മാസ്. ആറ്റംസ് ഓഫ് ദ സെയിം എലമെൻറ്റ്സ് ആർ ഐഡൻറ്റിക്കൽ ഇൻ പ്രോപ്പർട്ടീസ്, സൈസ് ആൻഡ് മാസ്. അതായത് ആറ്റംസിൻ്റെ എന്താണ് സെയിം എലമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ
ആറ്റത്തിൻ്റെ സെയിം എലമെൻറ്റ് തന്നെയാണെന്നുണ്ടെങ്കിൽ എന്താണ്, സൈസും പ്രോപ്പർട്ടീസും സൈസും മാസും എല്ലാം ഒരുപോലെ ആയിരിക്കും. എന്താണ്, atoms of the same elements have same property, same size and same mass. Okay. Then different element ആണെന്നുണ്ടെങ്കിൽ എന്താണ്, ആറ്റത്തിന് ഡിഫറെൻ്റ് എലമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, ഡിഫറെൻറ്റ് സൈസ്, ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ആൻഡ് ഡിഫറെൻറ്റ് മാസ്. ഡിഫറെൻ്റ് ആണെന്നുണ്ടെങ്കിൽ സൈസും പ്രോപ്പർട്ടിയും മാസും എല്ലാം ഡിഫറെൻ്റ് ആണ്. Okay, atoms of different elements differ in their properties, size and mass. Okay. Then atom is the smallest particle that can take part in chemical reactions. അതായത് കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്നതിൽ ഏറ്റവും ചെറിയ പാർട്ടിക്കിളാണ് ആറ്റം. ഓക്കെ, ആറ്റം is the smallest particle that can take part in chemical reaction. അതായത് കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്നതിൽ ഏറ്റവും ചെറിയ പാർട്ടിക്കിളാണ് ഏതെന്ന് പറയുന്നത്, ആറ്റംസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം 4 പോസ്റ്റുലേറ്റ്സ് ഏതൊക്കെയാണ്, മാറ്റർ ഈസ് മേഡപ്പ് ഓഫ് മൈന്യൂട്ട് പാർട്ടിക്കിൾസ് കോൾഡ് ആറ്റം. ആറ്റം മൈന്യൂട്ട് പാർട്ടിക്കിൾസ് വെച്ചിട്ടാണ് എന്താണ് ആറ്റംസ് നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, മാറ്റർ ഈസ് മേഡപ്പ് ഓഫ് മൈന്യൂട്ട് പാർട്ടിക്കിൾസ് കോൾഡ് ആറ്റം. മാറ്റർ ഉണ്ടാക്കിയിരിക്കുന്നത് മൈന്യൂട്ട് പാർട്ടിക്കിൾസ് വെച്ചിട്ടാണ്, അതിൻ്റെ പേരാണ് ആറ്റം. അത് ഒന്നാമത്തെ ജോൺ ഡാൾട്ടൻ്റെ അറ്റോമിക് തിയറിയുടെ ഫസ്റ്റ് പോസ്റ്റുലേറ്റ് ആണ് എന്തെന്ന് പറയുന്നത്, മാറ്റർ ഈസ് മേഡപ്പ് ഓഫ് മൈന്യൂട്ട് പാർട്ടിക്കിൾസ് കോൾഡ് ആറ്റം. ആൻഡ് സെക്കൻഡ് പോസ്റ്റുലേറ്റ് എന്തായിരുന്നു, ആറ്റം കനോട്ട് ബി ഡിവൈഡഡ് ഡ്യൂറിങ് കെമിക്കൽ റിയാക്ഷൻസ്. രാസപ്രവർത്തനം നടക്കുന്ന സമയത്ത് ആറ്റത്തിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. ആൻഡ് ആറ്റം ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോട്ട് ബി ഡിസ്ട്രോയിഡ്. ആറ്റത്തിനെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല. തേർഡ് പോസ്റ്റുലേറ്റ് എന്തായിരുന്നു, ആറ്റംസ് ഓഫ് ദ സെയിം എലമെൻ്റ് ആർ ഐഡൻറ്റിക്കൽ ഇൻ സൈസ്, മാസ് ആൻഡ് പ്രോപ്പർട്ടി. അതായത് ആറ്റത്തിൻ്റെ സെയിം എലമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈസും പ്രോപ്പർട്ടിയും മാസും എല്ലാം എന്തായിരിക്കും, ഒരുപോലെ ആയിരിക്കും. ഇനി ആറ്റത്തിൻ്റെ ഡിഫറെൻ്റ് എലമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, ഡിഫർ ആയിരിക്കും. അതായത് അതിൻ്റെ സൈസും പ്രോപ്പർട്ടിയും മാസും എല്ലാം എങ്ങനെയായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ. Then atom is the smallest particle that can take place in the chemical reactions. Chemical reactionsൽ പങ്കെടുക്കുന്നതിൽ ഏറ്റവും ചെറിയ പാർട്ടിക്കിളാണ് ഏതെന്ന് പറയുന്നത്, ആറ്റം എന്ന് പറയുന്നത്. ഓക്കെ, compounds are formed when atoms of ഇനി ലാസ്റ്റ് പോസ്റ്റുലേറ്റ്, compounds are formed when atoms of 2 or more elements combines in a simple ratio. അതായത് എങ്ങനെയാണ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നത്, ആറ്റത്തിൻ്റെ കോമ്പൗണ്ട്സ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, 2ഓ അതിലധികമോ എലമെൻറ്റ്സ് ഒരു സിമ്പിൾ റേഷ്യോയിൽ കമ്പൈൻ ചെയ്യുമ്പോഴാണ് എന്ത് ഫോം ചെയ്യുന്നത്, കോമ്പൗണ്ട് ഫോം ചെയ്യുന്നത്. ഓക്കെ, അതായത് കോമ്പൗണ്ട്സ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, ലാസ്റ്റ് പോസ്റ്റുലേറ്റ് ആണ് ഇതെന്ന് പറയുന്നത്. കോമ്പൗണ്ട്, ഹൗ ദ കോമ്പൗണ്ട്സ് ആർ ഫോംഡ്, കോമ്പൗണ്ട്സ് ആർ ഫോംഡ് വെൻ ആറ്റംസ് ഓഫ് 2 or more elements combines in a simple ratio. അതായത് ഒരു നിശ്ചിത അനുപാതത്തിൽ എന്ത് ചെയ്യുന്നു, ആറ്റംസിൻ്റെ എലമെൻറ്റ്സ് തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോഴാണ് എന്തുണ്ടാവുന്നത്, കോമ്പൗണ്ട്സ്. കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, സംയുക്തങ്ങൾ അല്ലേ, ആറ്റംസ് ചേർന്നിട്ട് അല്ലെങ്കിൽ എലമെൻറ്റ്സ് ചേർന്നിട്ട് എന്തായിട്ട് മാറുന്നു, കോമ്പൗണ്ട്സ് ആയിട്ട് മാറുന്നു. അപ്പോൾ ഈ കോമ്പൗണ്ട്സ് ഉണ്ടാവുന്നതിന് എന്താണ്, ഒരു ഡെഫിനിറ്റ് അല്ലെങ്കിൽ ഒരു നിശ്ചിത റേഷ്യോ ഉണ്ട്, ഒരു അനുപാതം, നിശ്ചിത അനുപാതം ഉണ്ട്. അത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മൾ വാട്ടർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വാട്ടറിൻ്റെ എന്താണ് കെമിക്കൽ ഫോമുല എന്ന് പറയുന്നത്, H2 അല്ലേ വാട്ടറിൻ്റെ കെമിക്കൽ ഫോമുല. അപ്പോൾ എന്താണ്, അപ്പം വാട്ടർ എന്ന് പറയുമ്പം എന്താണ്, ഇതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത്, ഇതൊരു കോമ്പൗണ്ട് ആണല്ലേ, ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന ഒരു കോമ്പൗണ്ട് ആണ് ഏതെന്ന് പറയുന്നത്, വാട്ടർ എന്ന് പറയുന്നത്. ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന കോമ്പൗണ്ട് ആണ് ഏത്, വാട്ടർ. അപ്പോൾ ഇതൊരു 1:2 എന്ന് പറയുന്ന റേഷ്യോയിൽ ചേരുമ്പോഴാണ് എന്തുണ്ടാവുന്നത്, ഈ വാട്ടർ എന്ന് പറയുന്ന കോമ്പൗണ്ട് ഉണ്ടാവുന്നത്. അപ്പോൾ എങ്ങനെയാണ് ലാസ്റ്റ് പോസ്റ്റുലേറ്റ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എക്സാമ്പിൾ മനസ്സിലായല്ലോ. വാട്ടറിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്, 1:2 അല്ലേ. അപ്പം വാട്ടർ എന്ന് പറയുന്നത് ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്, ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ ഒരു സിമ്പിൾ റേഷ്യോ അല്ലേ, ഒരു സിമ്പിൾ റേഷ്യോയിൽ കമ്പൈൻ ചെയ്യുമ്പോഴാണ് എന്തുണ്ടാവുന്നത്, വാട്ടർ എന്ന് പറയുന്ന കോമ്പൗണ്ട് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഒന്നും കൂടെ പറയാം മേജർ ഐഡിയാസ്. മാറ്റർ ഈസ് മേഡപ്പ് ഓഫ് മൈന്യൂട്ട് പാർട്ടിക്കിൾസ് കോൾഡ് ആറ്റം. മാറ്റർ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു മൈന്യൂട്ട് പാർട്ടിക്കിൾസ് വെച്ചിട്ടാണ്, അതിൻ്റെ പേരാണ് ആറ്റം എന്ന് പറയുന്നത്. സെക്കൻഡ് പോസ്റ്റുലേറ്റ് എന്തായിരുന്നു, atoms cannot be divided during chemical reactions. Chemical reactions സമയത്ത് എന്ത് ചെയ്യത്തില്ല, ആറ്റംസ് എന്താണ് ഡിവൈഡ് ചെയ്യത്തില്ല. തേർഡ് പോസ്റ്റുലേറ്റ് എന്തായിരുന്നു, ആറ്റം സെയിം എലമെൻ്റ് ആയിരുന്നെങ്കിൽ എന്താണ്, സെയിം സൈസ്, സെയിം ഷേപ്പ്, എന്താണ്, സെയിം പ്രോപ്പർട്ടി ആയിരിക്കും. ഡിഫറെൻ്റ് എലമെൻ്റ് ആണ്, ഇഫ് ദ എലമെൻറ്റ് ഈസ് ഡിഫർ ആണെന്നുണ്ടെങ്കിൽ എലമെൻറ്റ്സിൻ്റെ ഷേപ്പും സൈസും മാസും എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ,
ഫോർത്ത് പോസ്റ്റ്ലേറ്റ് എന്തായിരുന്നു? ആറ്റം ആണ് ഏറ്റവും ചെറിയ പാർട്ടിക്കിൾ അല്ലേ? ആറ്റം ഇസ് ദ സ്മാളസ്റ്റ് പാർട്ടിക്കിൾ ദാറ്റ് ക്യാൻ ടേക്സ് പ്ലേസ് ഇൻ കെമിക്കൽ റിയാക്ഷൻസ്. കെമിക്കൽ റിയാക്ഷൻസിൽ പങ്കെടുക്കുന്നതിൽ ഏറ്റവും ചെറിയ ഘടകമാണ് ഇത് ആറ്റം എന്ന് പറയുന്നത്. കോമ്പൗണ്ട്സ് ആർ ഫോംഡ് വെൻ ആറ്റംസ് ഓഫ് 2 or elements combines in a simple ratio. കോമ്പൗണ്ട്സ് ആയാലും നമ്മളിപ്പോൾ വാട്ടറിൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? അപ്പോൾ കോമ്പൗണ്ട്സ് ആർ ഫോംഡ് വെൻ എന്താണ് ആറ്റംസ് ഓഫ് ദ എലമെൻറ്റ്സ് കമ്പൈൻസ് ഇൻ എ സിമ്പിൾ റേഷ്യോ. ഒരു നിശ്ചിത അനുപാതത്തിൽ കമ്പൈൻ ചെയ്യുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? ആറ്റംസ് അല്ലെങ്കിൽ കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നത്. വാട്ടറിൻ്റെ കാര്യം പറഞ്ഞില്ലേ? അപ്പോൾ ചെറിയൊരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് നിർത്താം. പാർട്ടിക്കിൾസ് സ്മാളർ ദാൻ ആറ്റംസ്, അതായത് ആറ്റത്തിനേക്കാളിലും ചെറിയ പാർട്ടിക്കിൾസ്, അതായത് നമ്മുടെ അക്കോർഡിംഗ് ടു അറ്റോമിക് തിയറി ദ സ്മാളസ്റ്റ് പാർട്ടിക്കിൾ ഈസ് ആറ്റം. അറ്റോമിക് തിയറി പ്രകാരം ഏറ്റവും സ്മാളസ്റ്റ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് എന്താണ്? ആറ്റം. ആറ്റം കമ്പൈൻ ചെയ്ത് മോളിക്യൂൾ ഉണ്ടാവുന്നു എന്ന് അറ്റോമിക് തിയറിയിൽ പറയുന്നു. പക്ഷേ കുറേ സയൻറ്റിസ്റ്റുകൾ പിന്നെയും കുറേ എന്ത് ചെയ്തു? എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ ചെയ്യാൻ തുടങ്ങി. അതായത് ആറ്റത്തിനേക്കാളിലും ആറ്റത്തിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ക്യാൻ ബി ഡിവൈഡഡ് ദ ആറ്റം. ആറ്റത്തിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കുറേ ഡൗട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ നടന്നു. അപ്പോൾ ആറ്റം എന്ന് പറയുന്നത് ഡിവിസിബിൾ ആണോ, അല്ലെങ്കിൽ ആറ്റത്തിനെ നമുക്കിനി ചെറുതാക്കാൻ പറ്റുമോ? ആറ്റത്തിനെ വീണ്ടും കട്ട് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റുമോ? വീണ്ടും ആറ്റത്തിനേക്കാളും വലിയ സ്മോളർ പാർട്ടിക്കിൾസ് ആക്കാൻ പറ്റുമോ എന്നുള്ള കുറേ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ പിന്നീട് ഒരുപാട് നടന്നു. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു കോമ്പ് എടുത്തിട്ട് നമ്മൾ ഡ്രൈ ഹെയറിൽ എന്ത് ചെയ്യുന്നു? നമ്മൾ ചീപ്പുന്നു. അപ്പോൾ കോമ്പ് ഓൺ ഡ്രൈ ഹെയർ, അതായത് നമ്മൾ ഡ്രൈ ആയിട്ടിരിക്കുന്ന ഹെയറിൽ ഒരു കോമ്പ് എടുത്തിട്ട് നമ്മൾ റബ്ബ് ചെയ്യുന്നു. റബ്ബ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് പേപ്പർ എടുക്കുന്നു. കുറച്ച് കുഞ്ഞു പേപ്പർ എടുത്തിട്ട്, സ്മോൾ പേപ്പേഴ്സ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അപ്പോൾ ബ്രിങ് ദിസ് കോംബ് നിയർ ദ സ്മോൾ ബിറ്റ്സ് ഓഫ് പേപ്പർ. അതായത് ഈ കോമ്പ് നമ്മൾ ഈ പേപ്പറിൻ്റെ അടുത്തായിട്ട് കൊണ്ടുവരുമ്പോൾ എന്ത് കാണാൻ പറ്റും? ഈ പേപ്പർ ഈ കോമ്പിൽ ഒട്ടിപ്പിടിക്കുന്നതായിട്ട് കാണാൻ പറ്റും, അല്ലെങ്കിൽ അടുത്ത് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അവിടെ അതുപോലെ തന്നെ നമ്മൾ ബലൂൺ ഉണ്ടല്ലോ, ബലൂൺ എടുത്ത് ടേക്ക് ആൻ ഇൻഫ്ലേറ്റബിൾ ബലൂൺ, റബ് ഇറ്റ് ഓൺ എ ഡ്രൈ ഹെയർ ഫോർ സം ടൈം, നൗ പ്ലേസ് ഓൺ ദ സർഫസ് ഓഫ് എ വാൾ, വിത്ഡ്രോ യുവർ ഹാൻഡ്. നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ ഒരു ബലൂൺ എടുത്തിട്ട്, ഒരു ഇൻഫ്ലേറ്റഡ് എന്ന് പറഞ്ഞാൽ എയർ ഉള്ള ബലൂൺ എടുത്തിട്ട് നമ്മൾ തലയിൽ നന്നായിട്ട് റബ്ബ് ചെയ്തതിന് ശേഷം നമ്മൾ വാളിൽ വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ ബലൂൺ എന്ത് ചെയ്യും? വാളിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ 2 സിറ്റുവേഷൻസ് പറഞ്ഞു. ടേക്ക് എ കോം ആൻഡ് നമ്മൾ എന്ത് ചെയ്യുക? റബ്ബ് ചെയ്യുക. ടേക്ക് എ കോംബ് ആൻഡ് ഡ്രൈ, ഒരു കോമ്പ് എടുക്കുക, അതിന് ശേഷം എന്ത് ചെയ്യുക? റബ്ബ് ചെയ്യുക അല്ലേ? ടേക്ക് എ കോംബ് ആൻഡ് റബ്ബ് ഓൺ അവർ ഹെയറിൽ റബ്ബ് ചെയ്തതിന് ശേഷം ആഫ്റ്റർ ദാറ്റ് എന്ത് ചെയ്യുക? നമ്മൾ ഇതെന്ന് പറയുന്ന കുറേ പീസ് ഓഫ് പേപ്പർ എടുത്തിട്ട് ഈ കോമ്പ് കൊണ്ടുവന്നിട്ട് പേപ്പറിൻ്റെ അടുത്ത് വെക്കുമ്പം ഈ പേപ്പർ ഈ കോമ്പിൽ ഒട്ടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇൻ ദ സെക്കൻഡ് സിറ്റുവേഷൻ ടേക്ക് ആൻ ഇൻഫ്ലേറ്റഡ് ബലൂൺ ആൻഡ് റബ്ബ് ഓൺ ദ ഡ്രൈ ഹെയർ ആൻഡ് എന്ത് ചെയ്യാം? വാളിൻ്റെ അടുത്തോട്ട് നമ്മൾ കൊണ്ടുപോവുക. ഓക്കെ, പിന്നെ നമുക്ക് എന്താ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത്? ഈ ഇൻഫ്ലേറ്റഡ് ബലൂൺ ഈ വാളിൽ ഇങ്ങനെ ഒട്ടിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതായത് അവിടെ എന്തുകൊണ്ടാണ് ഇത് ഒട്ടിയിരിക്കാൻ കാരണം എന്ന് പറയുന്നത്? അവിടെ ഒരു ചാർജ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടല്ലേ? അപ്പോൾ അവിടെ ഒരു ചാർജ് ഡെവലപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ആറ്റംസിന് ചാർജ് ഉണ്ടെന്നുള്ളൊരു ഒരു കോൺസെപ്റ്റും കൂടെ നെക്സ്റ്റ് ആയിട്ട് അവർ ആ ഒരു കണ്ടുപിടുത്തത്തിലോട്ട്, അല്ലെങ്കിൽ ആ ഒരു ഡിസ്കവറിയിലോട്ട് പോകുന്നതായിട്ട് കണ്ടു. അപ്പം നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ആറ്റംസിനെ കട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആറ്റംസിനേക്കാളിലും ചെറിയ പാർട്ടിക്കിൾസ് ഉണ്ടോ എന്നുള്ളതായിരിക്കും. ദ കമ്മിങ് ക്ലാസ് വി വിൽ ഡിസ്കസ് അബൌട്ട് ദ ആറ്റംസ് ക്യാൻ ബി ഡിവൈഡ് ഓർ നോട്ട്. ആറ്റംസിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ പറ്റത്തില്ലയോ എന്നുള്ളതായിരിക്കും നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയുന്നത്. സോ നൗ വി ക്യാൻ വൈൻഡ് അപ്പ് ദ ക്ലാസ്. അപ്പം അറ്റോമിക് തിയറിയുടെ പോസ്റ്റ്ലേറ്റ്സ് ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചത്. സോ നിങ്ങളത് നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.